വളരെ ടേസ്റ്റിയായ ചക്ക വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ചക്ക വൃത്തിയാക്കി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം, വളരെ കുറച്ച്, ഒരു 1/4 കപ്പിൽ താഴെ വെള്ളം ഒന്ന് ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊരു 3 വിസിലിന് വേവിച്ചെടുക്കുക. ചക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായി ഉരുക്കി അരിച്ചെടുത്ത് വെച്ചു. ശർക്കരയിൽ കല്ലും മണ്ണും എല്ലാം പോകാൻ അരിച്ചെടുത്ത് തന്നെ ഉപയോഗിക്കണം. അപ്പോഴത്തേക്ക് ചക്ക വെന്തിട്ടുണ്ട്. 3 വിസിലിൽ വേവിച്ചു. അത് ഉരുളിയിലേക്കിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ചക്കയിലുള്ള വെള്ളം, നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, മഴക്കാലമല്ലേ. ചക്ക അരക്കുകയൊന്നും വേണ്ട, ഇതുപോലെ വേവിച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കൊന്നും ചെയ്യൂല. നമ്മൾ മിക്സിയിൽ വേവിക്കാതെ ചക്ക അരച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് പൊട്ടിത്തെറിക്കും. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചക്ക ഓൾറെഡി വെന്തു, ജലാംശമൊക്കെ ഇതായില്ല. പിന്നെ നമ്മൾ ഉരുക്കി അരിച്ച് വെച്ച ശർക്കരപ്പാനി കുറേശ്ശെ അതിൽ ചേർത്ത് കൊടുക്കുക. ചക്കയുടെ മധുരത്തിനനുസരിച്ചാണ് ശർക്കര വേണ്ടത്. എൻ്റെ ചക്കയ്ക്ക് കുറച്ച് മധുരം കുറവായിരുന്നു, അതുകൊണ്ട് 1/2 കിലോ ശർക്കര തന്നെ വേണ്ടി വന്നു. പിന്നെ കുറേശ്ശെയായി നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. മധുരവും നെയ്യും ഒക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണ്. കൂടുതൽ മധുരം വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം. അങ്ങനെ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ്. 1/2 മണിക്കൂറെല്ലാം വേണ്ടി വരും ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇപ്പം 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കി. ഇതൊക്കെ ചക്ക വേവിച്ചതുകൊണ്ട് തന്നെ നന്നായി ഉടഞ്ഞോളും. നല്ല നീളമില്ല പിടിയിലെ ചട്ട ഉപയോഗിക്കുക. കൈക്ക് സോക്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം, പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാക്കാൻ. ഈ രീതിയിൽ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കില്ല. കുറച്ച് തീ കുറച്ച് വെക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുക്ക് പൊടി ചേർക്കുന്നവരുണ്ട്. ഒന്നും ചേർക്കാതെയും, ജീരകമോ ഏലക്കാപ്പൊടിയോ ഒന്നും ചേർക്കാതെയും ഉണ്ടാക്കാം. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചക്ക ധാരാളമായി കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് ദോശക്കും റൊട്ടിക്കും ഒക്കെ ജാമിന് പകരമായിട്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ മധുരവും നെയ്യിൻ്റെ ടേസ്റ്റും എല്ലാം ആകുമ്പോൾ അവർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ജാമുകളൊക്കെ വാങ്ങുന്നതിനേക്കാളും വളരെ നല്ലതാണ്, ഹെൽത്തിയുമാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ 4 പ്രാവശ്യമായിട്ട് ഞാൻ 3 സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നെയ്യിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചക്കേൻ്റെ സീസണല്ലേ, ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി. കുറച്ച് നേരത്തെ മെനക്കേടുണ്ട്, എന്നാലും നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഹെൽത്തി ആണല്ലോ, ഒന്നും മായമൊന്നും ഇല്ലാത്ത സാധനമല്ലേ.
ചക്കപ്പഴം പഴുത്ത ചക്ക തിന്നാത്ത കുട്ടികളും ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തിന്നും. ഇതുപയോഗിച്ച് ഇങ്ങനെ വരട്ടി വെച്ചാൽ നമുക്ക് അട ഉണ്ടാക്കാം, ചക്ക പായസം ഉണ്ടാക്കാം, ജാമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ചക്ക വരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം ആകണം, പിന്നെ ഇങ്ങനെ ചട്ടുകത്തുനിന്ന് ഇങ്ങനെ ഇളകി വീഴുന്നൊരു പാകം, അങ്ങനെയാണ് നോക്കുക. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യും അതൊക്കെ ഇങ്ങനെ അതിൽ നിന്നിട്ട് ഇറങ്ങി വരുന്നൊരു ഇത് എല്ലാം പാകമായിട്ട് ഇതാണ് പാകം. ഞാൻ അധികം നെയ്യ് ഒഴിച്ചിട്ടില്ല, കൂടുതൽ വേണ്ടതായിരിക്കും കൂടുതൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ചക്ക കിട്ടുന്നവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പുറത്ത് തന്നെ കുറേ നാൾ നിൽക്കും, പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കുറേ നാൾ ഉപയോഗിക്കാം. നമ്മൾ എടുത്തു വെക്കുന്ന പാത്രം നന്നായി തുടച്ചിട്ട് ഉണ്ടാകണം, വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈർപ്പം തട്ടാതെ എടുത്തു വെക്കണം. പിന്നെ കുറേ നാൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വായു വട്ടം കുറഞ്ഞൊരു പാത്രത്തിൽ ചില്ലുകുപ്പിയിലോ മറ്റോ കുപ്പിയിലിട്ട് വെക്കുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര വിതറിയിട്ട് അങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ കേടാകാതെ കുറേ നാൾ കൂടി കേടാകാതിരിക്കും. ഞാനിതിപ്പോൾ തൽക്കാലം ഈ പാത്രത്തിലാക്കി പിന്നെ മാറ്റി വെക്കും.